ഇറാനിൽ ഇസ്രയേലും അമേരിക്കയും ചേർന്ന് നടത്തുന്ന ആക്രമണം വലിയ നാശനഷ്ടങ്ങൾ വിതയ്ക്കുകയാണ്. അതിനിടയിലാണ് ചില പുതിയ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത്. ഇറാനിൽ ആക്രമണം നടത്താൻ AI കൂടി ഉപയോഗിക്കുന്നു എന്നാണ് വിവരം. ആന്ത്രോപിക്കിൻ്റെ AI മോഡലായ ക്ലോഡിനെ US സൈന്യം നേരത്തെ ആക്രമണങ്ങളുടെ ബാരലിൽ ഉപയോഗിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. സാൻ ഫ്രാൻസിസ്കോ ആസ്ഥാനമായുള്ള ആന്ത്രോപിക് യുദ്ധ ആസൂത്രണത്തിൽ നിർണായകമായ പങ്ക് വഹിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. ആന്ത്രോപിക്കിനെ സിസ്റ്റങ്ങളിൽ നിന്ന് പുറത്താക്കുമെന്ന് US ഭരണകൂടം നേരത്തെ പറഞ്ഞിരുന്നു. US പൗരന്മാരെ നിരീക്ഷിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ അതവർ നിരാകരിച്ചിരുന്നു. അതിൻ്റെ ആവശ്യങ്ങൾക്കായി AI ഉപയോഗിക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്നാണ് ഈ പുറത്താക്കൽ നടപടിയൊക്കെ അന്ന് പ്രഖ്യാപിച്ചിരുന്നത്. ഏതായാലും ഒറ്റയടിക്ക് പുറത്താക്കിയിരുന്നില്ല, ഘട്ടം ഘട്ടമായി ആണ് അവരെ നിർത്തലാക്കുന്നത് എന്നാണ് വ്യക്തമാക്കിയത്. ഏതായാലും അത് പൂർണ്ണമായും നിർത്തലാക്കിയിട്ടില്ല. ഈ സമയം ആന്ത്രോപിക്കിൻ്റെ എതിരാളികളായ ഓപ്പൺ AI ഈ സൈനിക ഉപയോഗത്തിനായുള്ള ഒരു കരാർ പെൻറ്റഗണുമായി ഒപ്പുവെച്ചിട്ടുണ്ട്. അപ്പോൾ AI വളരെ വിപുലമായി ഈ ആക്രമണ പരിപാടികളിൽ ഉപയോഗിക്കുന്നു എന്ന് വ്യക്തമാവുകയാണ്. ഈ എപ്പിക് ഫ്യൂറി എന്നാണ് അമേരിക്ക ഈ ആക്രമണത്തിന് പേരിട്ടിരിക്കുന്നത്, ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി. ഇസ്രായേൽ ആകട്ടെ റോറിംഗ് ലയൺ എന്ന പേരിട്ടിരിക്കുന്നു. ഇറാൻ വളരെ കാര്യക്ഷമമായി തിരിച്ചടിക്കുന്നുണ്ട് എന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. കുവൈറ്റിൽ, ഖത്തറിൽ, അതുപോലെ UAEയിൽ ഒക്കെ ആക്രമണം നടക്കുന്നുണ്ട്. ബഹ്റിനിൽ ആക്രമണം, അവരുടെ US ബേസിൽ ആക്രമണം നടന്നതിൻ്റെ വിവരങ്ങൾ വന്നു. സൗദി അറേബ്യയിൽ, ജോർദാനിൽ ഇവിടെയൊക്കെ ആക്രമണങ്ങൾ നടക്കുന്നതിൻ്റെ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അറബ് ഗൾഫ് രാജ്യങ്ങളിലെമ്പാടും നിന്ന് ഇത്തരം ആശങ്കകൾ പരത്തുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇവിടെയൊക്കെ ഇറാൻ അവരുടെ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തുന്നു, ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തുന്നു. ഈ ഡ്രോണുകളുടെയും അതുപോലെ ബാലിസ്റ്റിക് മിസൈലുകളുടെയും തിരമാലകൾ ആകാശത്തിങ്ങനെ പറന്ന് നടക്കുന്നു എന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. ഏതായാലും ഇവിടെ ഈ AI സംവിധാനത്തിൻ്റെ ഒരു ആവശ്യം എന്ത് എന്ന ചോദ്യം വലിയ തോതിൽ പലരും ഉന്നയിച്ചേക്കാം. പക്ഷേ ഇവിടെ ഈ ആക്രമണം പദ്ധതിയിടുന്നത് ഇപ്പോൾ AI ആണ് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അപ്പോൾ വിക്ഷേപണ ലക്ഷ്യം കണ്ടുപിടിക്കുന്നത് AI ആണ് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഗാസയിൽ മുമ്പ് AI ഉപയോഗിച്ചായിരുന്നു പല ആക്രമണങ്ങളും നടത്തിയത് എന്ന വിവരങ്ങൾ അന്ന് പുറത്തു വന്നിരുന്നു. USഉം ഇസ്രയേലും ആദ്യ 12 മണിക്കൂറിൽ നടത്തിയ ആക്രമണങ്ങളിൽ വലിയ തോതിൽ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് പങ്കുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇറാനിൽ ആ ഘട്ടത്തിൽ ഏകദേശം 900 ആക്രമണങ്ങൾ നടത്താൻ ഈ സംവിധാനം വഴി കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇസ്രയേലി മിസൈലുകൾ ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ തേടി പോയി അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയൊക്കെ ചെയ്തു. അതുമാത്രമല്ല, തന്ത്രപ്രധാനമായ ഒട്ടനവധി ആളുകളെ അവർ വകവരുത്തി എന്നാണ് വിവരങ്ങൾ. ഇപ്പോൾ അബ്ദുൾ റഹീം മൗലവി ഇറാൻ്റെ ആർമി ചീഫ് ഓഫ് സ്റ്റാഫാണ്. അസീസ് നസിർദിദ ഇറാൻ്റെ ഡിഫൻസ് മിനിസ്റ്ററാണ്. മുഹമ്മദ് പക്പൂർ അവിടുത്തെ എലീറ്റ് മിലിറ്ററി ഫോഴ്സിൻ്റെ തലവനാണ്. അലി ഷംഖാനി ഒരു സീനിയർ ഉപദേശകനാണ് ഈ നേരത്തെ ഉണ്ടായിരുന്ന പരമോന്നത നേതാവിൻ്റെ. ഹുസൈൻ ജബാൽ അവിടുത്തെ ഈ ഗവേഷണ സംവിധാനത്തിൻ്റെ ഡിഫൻസ് ഇന്നോവേഷൻ്റെയും ഗവേഷണ സംവിധാനത്തിൻ്റെയും ഒക്കെ തലവനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ വളരെ കൃത്യമായി തെരഞ്ഞുപിടിച്ച് വകവരുത്തുന്നതിൽ AI സംവിധാനം ഉപയോഗിച്ചു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അപ്പോൾ സങ്കീർണമായ ആക്രമണങ്ങൾക്ക് ആവശ്യമായ ആസൂത്രണം നടത്താൻ AIക്ക് കഴിയുന്നു. മാത്രമല്ല, AI ഈ സങ്കീർണമായ ആസൂത്രണം നടത്തുന്നതിനുള്ള സമയം അത് വളരെ കുറവാണ് എന്നതാണ് അതിൽ മറ്റൊരു സവിശേഷത. ഈ ആന്ത്രോപിക് യുദ്ധ ആസൂത്രണം വേഗത്തിലാക്കാൻ US യുദ്ധവകുപ്പിനെ സഹായിച്ചു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. മറ്റ് ദേശീയ സുരക്ഷാ ഏജൻസികളെയും അതുപോലെ സഹായിക്കാനുള്ള മാതൃക അവർ വിന്യസിച്ചിട്ടുണ്ട് എന്നും ആളുകൾക്കറിയാം. അപ്പോൾ ഇതൊക്കെ വളരെ വേഗതയിൽ ഈ യുദ്ധാസൂത്രണം നടത്തുന്നതിന് AI എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നതിൻ്റെ ഉദാഹരണങ്ങളായി മാറുകയാണ്. ഇൻ്റലിജൻസ് വിവരങ്ങൾ ശേഖരിക്കുന്നതിൽ, അത് മെച്ചപ്പെടുത്തുന്നതിൽ ഒക്കെ AI സംവിധാനം വളരെ വളരെ നിർണായകമായ പങ്ക് വഹിക്കുന്നു. മാത്രമല്ല, ആക്രമണങ്ങളെ സംബന്ധിച്ചുള്ള പ്രത്യേകമായ ഒരു തീരുമാനം എടുക്കുന്ന പ്രക്രിയയ്ക്ക് AI ആണ് ഉപയോഗിക്കുന്നത്. AI അതിന് പ്രാപ്തമാണ്. യുദ്ധസാങ്കേതിക കമ്പനിയായ പാലന്തിർ പെൻറ്റഗണുമായി ചേർന്ന് വികസിപ്പിച്ചെടുത്ത ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ ഈ ക്ലോഡ് മാറുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ എന്ത് ലക്ഷ്യമിടണം എന്ന് AI തീരുമാനിക്കുന്നു. മെഷീൻ അത് ശുപാർശ
ചെയ്യുന്നു. എവിടെ എപ്പോൾ ലക്ഷ്യമിടണമെന്ന ശുപാർശ അവർ നൽകും, അല്ലെങ്കിൽ മെഷീൻ നൽകുന്നു. ഇത് മനുഷ്യർ ചിന്തിക്കുന്നതിനേക്കാൾ അതിവേഗതയിൽ ചിന്തിക്കുന്നു എന്നതാണ് അതിലെ ഒരു സവിശേഷത. അപ്പോൾ ഡ്രോൺ ഫൂട്ടേജുകൾ ഉപയോഗിക്കുന്നു, ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അതിനായി ഉപയോഗിക്കുന്നു, ഇൻ്റർസെപ്ഷനുകൾ എങ്ങനെ നടത്തണം എന്ന് AI തീരുമാനിക്കുന്നു. ഇതിനൊക്കെ AI പ്രയോജനപ്പെടുത്തുകയാണ്. ലക്ഷ്യങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും വേഗത്തിൽ AIക്ക് ചെയ്യാൻ കഴിയുന്നു. ഇത് ഒന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. അതിൽ ഉപയോഗിക്കേണ്ട ആയുധങ്ങൾ എന്തെന്ന് AI ശുപാർശ ചെയ്യുന്നു. എത്ര സ്റ്റോക്കുണ്ട് എന്ന് AI വിലയിരുത്തുന്നു. ഈ സമാനമായ ലക്ഷ്യങ്ങൾക്കെതിരായിട്ടുള്ള മുൻകാല ആക്രമണങ്ങളുടെ പ്രകടനം എങ്ങനെയായിരുന്നു എന്നൊക്കെ സെക്കൻഡുകൾ കൊണ്ട് വിലയിരുത്തുന്നു. അത് ഒരു മെഷീൻ ലേണിംഗ് എന്ന ഒരു പദം ഇപ്പോൾ വലിയ തോതിൽ ഈ യുദ്ധരംഗത്ത് ഇപ്പോൾ വ്യാപിക്കുകയാണ്. അത് വളരെ വലിയ തോതിൽ ചർച്ചയാവുകയാണ്. അപ്പോൾ ഒരു ആക്രമണത്തിനുള്ള പ്രാധാന്യം വിലയിരുത്തുന്നത് ഇപ്പോൾ ഒരു വ്യക്തിയല്ല, ഒരു കൂട്ടം സൈനിക ഉദ്യോഗസ്ഥരല്ല, പക്ഷേ ഒരു ഓട്ടോമേറ്റഡ് സംവിധാനമാണ്. ആ ഒരു ഓട്ടോമേറ്റഡ് സംവിധാനമാണ് മറ്റൊരു രാജ്യത്തെ ആക്രമിക്കുന്നത്. സൈനിക തന്ത്രങ്ങൾ തിരിച്ചറിയുന്നത്, അതുപോലെ സൈനിക സാങ്കേതിക വിദ്യ എങ്ങനെയാകണം എന്നതിനെക്കുറിച്ച് ഒക്കെ വിലയിരുത്തലുകൾ നടത്തുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പുതിയ യുഗത്തിലേക്ക്, യുദ്ധത്തിൻ്റെ ഒരു പുതിയ യുഗത്തിലേക്കാണ് നമ്മൾ നടന്നെടുക്കുന്നത് എന്നതാണ് ഇപ്പോൾ നടക്കുന്ന ഈ ഇറാൻ യുദ്ധത്തിൽ നിന്ന് വ്യക്തമാകുന്നു. ഒരു സ്ട്രൈക്ക് എങ്ങനെ വേണം എന്ന് തീരുമാനമെടുക്കാൻ സാധാരണഗതിയിൽ മനുഷ്യരാണ് ഇതുവരെയൊക്കെ യുദ്ധങ്ങളിൽ പ്രധാനമായും തീരുമാനങ്ങൾ എടുത്തിരുന്നത്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അനന്തരഫലങ്ങളുടെ ഉത്തരവാദിത്വം മനുഷ്യർക്ക് തന്നെയാണ്. പക്ഷേ ഇവിടെ അത് മാറുകയാണ്. ഇതിൻ്റെ ഉത്തരവാദിത്വം ഇനി ആരും ഏറ്റെടുക്കേണ്ട ഒരു സാഹചര്യം പോലും ഇല്ലാതാവുന്നു. അത് യന്ത്രങ്ങളാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ തെറ്റുപറ്റിയാൽ, അല്ലെങ്കിൽ അത് കൃത്യതയില്ലാത്തതൊന്നായാൽ, അത് പാളിച്ചയുള്ളതൊന്നായാൽ അതിൻ്റെ ഉത്തരവാദിത്വം ഒരു വ്യക്തിയിലേക്ക് വരുന്നില്ല. അത് ഒരു സംവിധാനത്തിൻ്റെ ഉത്തരവാദിത്വമായി മാറുന്നു. ചിന്തിക്കാനുള്ള ശ്രമം യന്ത്രം നടത്തുകയാണ്. യന്ത്രം തീരുമാനമെടുക്കുകയാണ് ആരെ, എപ്പോൾ, എത്ര വേഗതയിൽ കൊല്ലണം എന്ന്. അപ്പോൾ ദിവസങ്ങളോ ആഴ്ചകളോ എടുത്ത് മുമ്പ് യുദ്ധത്തിൽ തീരുമാനങ്ങൾ ഉണ്ടാക്കിയിരുന്ന ഈ സൈനിക സംഘങ്ങൾ ഇന്ന് മാറി നിൽക്കുകയാണ്. സെക്കൻഡുകൾ കൊണ്ട്, മിനിറ്റുകൾ കൊണ്ട് ഒക്കെ ആസൂത്രണം ഫലവത്തായി നടപ്പിലാക്കുന്നു. സമയം ചുരുങ്ങുന്നു. ഇത്തരം ആസൂത്രണങ്ങളുടെ സമയം ചുരുങ്ങുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ശനിയാഴ്ച തെക്കൻ ഇറാഖിലെ ഒരു സ്കൂളിൽ ഒരു മിസൈൽ ആക്രമണം നടന്നതിൻ്റെ വിവരം നമ്മളൊക്കെ അറിഞ്ഞു. അത് ലോകത്തെ നടുക്കി. കാരണം 165 പേരാണ് മരിച്ചത്. അതിൽ കൂടുതലും കുട്ടികളായിരുന്നു. കുട്ടികൾ ഇങ്ങനെ യുദ്ധത്തിൻ്റെ ഇരകളാകുന്നു എന്നത് ലോകത്തൊരു മനുഷ്യ സമൂഹത്തിനും അംഗീകരിക്കാനോ അത് മനസ്സിലാക്കാനോ കഴിയുന്ന ഒന്നല്ല. കുട്ടികളെ കൊല ചെയ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ കുട്ടികളെ വധിക്കുന്നു എന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കാൻ ആർക്കും തന്നെ കഴിയില്ല. അപ്പോൾ ഒരു സൈനിക ബാരക്ക് ഇതിന് പുറകിൽ പ്രവർത്തിച്ചു എന്നൊക്കെ കണ്ടെത്തിയത് എങ്ങനെയാണ് എന്നുള്ള ചോദ്യങ്ങൾ ഉയരുകയാണ്. കാരണം സ്കൂളിനെ മറയാക്കി എന്തെങ്കിലുമൊക്കെ സൈനിക കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു, അവിടുന്ന് എന്തെങ്കിലും തരത്തിലുള്ള വിക്ഷേപണങ്ങൾ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു പ്രത്യാക്രമണം എന്ന നിലയിലേക്കാണോ ഈ സ്കൂൾ ആക്രമിക്കപ്പെട്ടത്? ഏതായാലും അതിനെക്കുറിച്ച് തങ്ങൾക്ക് അറിയില്ല എന്ന് ഇസ്രായേൽ പറയുമ്പോൾ അതൊന്നും പൂർണ്ണമായി നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അത് അവിടേക്ക് ആക്രമണം നടത്തണം എന്ന് തീരുമാനം എടുത്തത് ഒരു യന്ത്രമാകാനാണ് സാധ്യത. കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്കൂൾ ആക്രമിക്കുക, കുട്ടികളെ ആക്രമിക്കുക എന്നൊക്കെ പറയുമ്പോൾ എത്ര തന്നെ ക്രൂരനായ ഒരു മനുഷ്യനായാലും അതിനൊക്കെ ഒരു പരിധിയുണ്ട് എന്ന് വേണം കണക്കാക്കാൻ. ഏതായാലും ഈ മാനുഷികമായ നിയമങ്ങളൊന്നും AIക്ക് ബാധകമല്ല എന്ന് കൂടി ഇവിടെ മനസ്സിലാക്കണം. നിയമത്തിൻ്റെ വിലക്കുകൾ ബാധകമല്ല. എത്രമാത്രം ഗുരുതരമായ പ്രശ്നമാകും എന്നതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ അവിടെ ബാധകമല്ല. അപ്പോൾ ഇങ്ങനെ AI യുദ്ധത്തിൻ്റെ ഒരു നിർണായക പങ്ക് വഹിക്കുകയാണ്. ഏതായാലും ഈ സ്കൂളിൽ എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്, അല്ലെങ്കിൽ ഈ ആക്രമണം ഉണ്ടായത്, എങ്ങനെയാണ് കുട്ടികൾ മരിച്ചത് എന്നതിനൊക്കെ സംബന്ധിച്ചുള്ള പരിശോധന നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ റിപ്പോർട്ടുകളൊക്കെ പരിശോധിച്ചു വരികയാണെന്ന് US സൈന്യം തന്നെ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വ്യക്തമാകും. ഏതായാലും കഴിഞ്ഞ വർഷം ഈ മിസൈൽ ലക്ഷ്യസ്ഥാനങ്ങളിലെത്താൻ AI സംവിധാനം തങ്ങളും പ്രയോജനപ്പെടുത്തുന്നുണ്ട് എന്ന് ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ എന്ത് AI സംവിധാനമാണ് ഇറാൻ പ്രയോജനപ്പെടുത്തുന്നത് എന്ന് വ്യക്തമാക്കിയിട്ടില്ല. തങ്ങളുടെ യുദ്ധ പോരാട്ടത്തിൽ ഏത് തരത്തിലുള്ള ഒരു AI സംവിധാനം നിയന്ത്രിക്കുന്ന യന്ത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നതിനെക്കുറിച്ചും ഒരു കൃത്യമായ അറിവില്ല. അപ്പോൾ അന്താരാഷ്ട്ര ഉപരോധങ്ങൾ മൂലം ഇറാനിലെ പല ഗവേഷണങ്ങളും തടസ്സപ്പെട്ടു. അതുകൊണ്ട് ഈ AI പ്രോഗ്രാം അത്ര കാര്യക്ഷമമാകാൻ വഴിയില്ല എന്നാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. US-ൻ്റെയും ചൈനയുടെയും AI സംവിധാനം അതിഭീകരമാണ്. ആ സൂപ്പർ പവറുകളോട് താരതമ്യം ചെയ്യുമ്പോൾ ഒരുപക്ഷെ നിലവാരം കുറഞ്ഞ ഒരു AI സംവിധാനം മാത്രമേ ഇറാന് ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഈ യുദ്ധം ഒരുപക്ഷെ ജയിക്കാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ വിനാശകരമായ ആയുധം ആർക്ക് കയ്യിലുണ്ട് എന്നതിനപ്പുറത്തേക്ക്
ഏറ്റവും മികവുള്ള AI സാങ്കേതികവിദ്യ ആർക്കുണ്ട് എന്നതിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും എന്ന പല വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുകയാണ്. ഇവിടെ ഇതുകൊണ്ട് തന്നെയാണ് ഇറാന് ചൈനയുടെ സഹായം അത്യന്താപേക്ഷിതമായി മാറും എന്നുള്ള കണക്കുകൂട്ടലുകൾ വരുന്നത്. അപ്പോൾ ചൈന ഔദ്യോഗികമായി ഈ ആക്രമണങ്ങളിലൊന്നും പങ്കാളികളായിട്ടോ തിരിച്ചടിക്കുന്നതിലൊന്നും പങ്കാളികളായിട്ടില്ല. ചൈന ആക്രമണങ്ങളെ അപലപിച്ചിട്ടുണ്ട്. വിദേശകാര്യമന്ത്രി വാങ് യി വെടിനിർത്തലിന് ആഹ്വാനമൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇറാനോടൊപ്പം ചേർന്ന് ഈ പോർക്കളത്തിലേക്ക് ഇറങ്ങിയിട്ടൊന്നുമില്ല. പക്ഷേ ചൈനയ്ക്ക് വേണമെങ്കിൽ AI സംവിധാനത്തിൻ്റെ ഒരു സഹായം നൽകാൻ കഴിയുമോ? അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉയരുകയാണ്. കാരണം ഇറാൻ കയറ്റുമതി ചെയ്യുന്ന എണ്ണയുടെ വലിയ ഭൂരിപക്ഷം, ഏതാണ്ട് 80% ചൈന വാങ്ങുന്നുവെന്ന് കരുതുന്നവരുണ്ട്. ചൈനയുടെ കടൽ മാർഗമുള്ള ചൈനയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന എണ്ണ ഒരു വലിയ വിഭാഗം ഇവിടെ നിന്ന് തന്നെ വരുന്നതാണ്. മൊത്തം ഇറക്കുമതിയുടെ തന്നെ 13% ഇറാനിൽ നിന്നാണ് എന്നൊക്കെയുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇറാനിൽ നിന്ന് വില കുറഞ്ഞ എണ്ണ നഷ്ടപ്പെടുമെന്ന ഭീഷണി ചൈനയ്ക്കുണ്ട്. അതൊരു തിരിച്ചടിയാകും എന്ന കാര്യത്തിലും ഉറപ്പാണ്. അപ്പോൾ ഇറാനിൽ നിന്ന് എണ്ണ ചെറിയ വിലയ്ക്ക് വാങ്ങുന്ന ചൈനയെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം ഒരു തിരിച്ചടിയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ ചൈന ഇതിൻ്റെ നിയന്ത്രണങ്ങളിലേക്ക് വരാനുള്ള ഒരു സാധ്യത എല്ലാവരും കാണുകയാണ്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആരെ എപ്പോൾ എത്ര വേഗതയിൽ കൊല്ലണമെന്ന് ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനത്തിന് വേണമെങ്കിൽ തീരുമാനിക്കാനാകും. ഒരുപക്ഷെ യുദ്ധമുഖത്ത് നിന്ന് മനുഷ്യരെ പൂർണ്ണമായി മാറ്റി സൈനികർക്ക് പകരം യന്ത്രങ്ങൾ പോരാട്ടം നടത്തുന്ന, ആക്രമണം നടത്തുന്ന ഒരു യുദ്ധമായി വേണമെങ്കിൽ നമുക്ക് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് അങ്ങനെയൊക്കെ എത്തിച്ചേരാൻ കഴിയും. ആ ഒരു സാഹചര്യത്തിലൊക്കെ എത്തിച്ചേരാൻ കഴിയും. പക്ഷേ ഇരകൾ എപ്പോഴും മനുഷ്യരാണെന്നുള്ളതാണ് ഇതിലെ ഏറ്റവും സങ്കടകരമായ കാര്യം. ആരെ എപ്പോൾ കൊല്ലണമെന്നൊക്കെ തീരുമാനിക്കുന്നത് യന്ത്രങ്ങളാകാം. എത്ര വേഗതയിൽ കൊല്ലണം, എത്ര വേഗതയിൽ ആക്രമിക്കണം എന്ന് തീരുമാനിക്കുന്നത് യന്ത്രങ്ങളാകാം. എത്ര സമയത്തിനുള്ളിൽ ഈ പദ്ധതി നടപ്പിലാക്കണമെന്ന് തീരുമാനിക്കുന്നത് യന്ത്രങ്ങളാകാം. എത്ര വ്യാപ്തിയിൽ നടപ്പിലാക്കണം എന്ന് തീരുമാനിക്കുന്നത് ഈ കൃത്രിമ ബുദ്ധിയായിരിക്കാം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയിരിക്കാം. പക്ഷേ മരിക്കുന്നത് സാധാരണക്കാരായ മനുഷ്യരാണ്, കുട്ടികളാണ്. അപ്പോൾ ഇതിലൊരു പ്രധാന ഘടകം ആളുകളുടെ സ്വപ്നങ്ങൾ, പ്രതീക്ഷകൾ അതൊക്കെ AI സംവിധാനത്തിന് അപ്പുറത്താണ്. AI സംവിധാനത്തിന് വേണമെങ്കിൽ ഒരാളെ വധിക്കുന്നതിനെ സംബന്ധിച്ചുള്ള കാലേക്കൂട്ടിയുള്ള പദ്ധതികൾ തയ്യാറാക്കാനാകും. പക്ഷേ നഷ്ടമാകുന്നത് യഥാർത്ഥ മനുഷ്യൻ്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെയാണ്. അപ്പോൾ യുദ്ധം അനിവാര്യമായ ഒന്നാണോ എന്ന് ആലോചിക്കുന്നവർക്ക് ഇത് ഒരു പാഠമാവുകയാണ്. ഇവിടെ സാധാരണക്കാർ കൊല്ലപ്പെടുമ്പോൾ, കുട്ടികൾ കൊല്ലപ്പെടുമ്പോൾ സാങ്കേതികവിദ്യയുടെ മികവിന് എന്തെങ്കിലും കയ്യടികൾ നൽകേണ്ടതുണ്ടോ? കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.